അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ കാർബൺ ഫുട് പ്രിന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഞങ്ങളിവിടെ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ മാത്രം വന്നതല്ല, ഒരു ഉത്തരവാദിത്തം പങ്കിടാൻ കൂടിയാണ്. തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഉയരുന്ന കാർബൺ ഫുട് പ്രിന്റ് അതൊരു കണക്കല്ല, മറിച്ച് അത് നമ്മുടെ ഭാവിയുടെ ശബ്ദമാണ്. കാർബൺ മലിനീകരണം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. വലിയ വ്യവസായങ്ങളും വാഹനങ്ങളും പുറപ്പെടുവിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മുടെ എല്ലാം ആരോഗ്യത്തെയും ഭാവിയെയും ബാധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രകൃതിയുടെ തന്നെ ചെറിയ അത്ഭുതമായ ക്ലോറല്ല വൾഗാരിസ് എന്ന പച്ച ആൽഗ ഉപയോഗിച്ച് ലളിതവും ചിലവ് കുറഞ്ഞതുമായ പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങളുടെ കാർബൺ ഫുട് പ്രിന്റ് പ്രൊജക്ട് ആദ്യം അവതരിപ്പിച്ചത് BRC തലത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ 3 പ്രധാന മേഖലകളിൽ നിന്നുള്ള ഡാറ്റ ശേഖരിച്ചു. ഗതാഗത മേഖല, വീടുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗം, മാലിന്യ നിക്ഷേപം എന്നിവയായിരുന്നു ആ 3 പ്രധാന മേഖലകൾ. ഞങ്ങൾ 150 കുട്ടികളെ ലക്ഷ്യം വെച്ച് ചോദ്യാവലി തയ്യാറാക്കി. അതിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തിയത് തിരൂരങ്ങാടിയുടെ ആസ്ഥാനമായ ചെമ്മാട് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കാർബൺ ഫുട് പ്രിന്റ് ഉള്ളത് എന്നാണ്. BRC തലത്തിലെ പ്രൊജക്ട് അവതരണത്തിലേക്കുള്ള ഡാറ്റ ശേഖരിച്ചു. ഗതാഗതം, വൈദ്യുതി, മാലിന്യം എന്നീ മേഖലകളിൽ നിന്നാണ് കാർബൺ ഡയോക്സൈഡ് അളന്നത്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ പ്രകാരം അതിൽ നിന്നുമുള്ള ആകെ ഉത്സർജനം 9.8 ടൺ പെർ മന്ത് ആയിരുന്നു. ഞങ്ങളുടെ ഡാറ്റ പ്രകാരം അതിൽ ഗതാഗതം 46%, വൈദ്യുതി 33%, മാലിന്യം 21%. ഏറ്റവും കൂടുതൽ കാർബൺ ഉത്സർജനം ഗതാഗത മേഖലയിൽ നിന്നാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഈ കണക്കുകൾ ഞങ്ങളെ ഞെട്ടിച്ചു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, പരാതി പറയാതെ പരിഹാരം കണ്ടെത്തണം. ഡിസ്ട്രിക്ട് തലത്തിൽ ഞങ്ങൾ പ്രൊജക്ട് കൂടുതൽ ശക്തമാക്കി. പ്രശ്നത്തോടൊപ്പം ഒരു പ്രകൃതിദത്ത പരിഹാരവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറുജീവിയാണ് ഞങ്ങളുടെ ഹീറോ, ക്ലോറല്ല വൾഗാരിസ്. ഇത് കുറയ്ക്കാൻ പ്രകൃതി തന്നെയാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചത്. ആൽഗ. എന്താണ് ക്ലോറല്ല വൾഗാരിസ്? ഒരു ഏകകോശ ഹരിത ആൽഗയാണിത്. ഇത് വളരെ വേഗത്തിൽ വളരുന്നു. പ്രകാശ സംശ്ലേഷണം വഴി കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്, പക്ഷേ അത് വലിയ വലിയ ഫാക്ടറിയിലല്ല, ഒരു ചെറിയ പച്ച ജീവിയിൽ. അതാണ് ക്ലോറല്ല വൾഗാരിസ്. ഞങ്ങളുടെ ഡാറ്റ പ്രകാരം ഞങ്ങളുടെ സ്കൂൾ പരിസരത്ത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 25 കിലോഗ്രാം പെർ ഡേ ആയിരുന്നു. ക്ലോറല്ല ഉപയോഗിച്ചതിലൂടെ 21 ചുരുങ്ങി, ഏകദേശം 16% കുറവ്. പൊതുവഴി മേഖലകളിലാകട്ടെ 12.5% കുറവ്. ഇതൊരു സിദ്ധാന്തമല്ല, മറിച്ച് ഇത് ഞങ്ങളുടെ ഡാറ്റ തെളിയിച്ച ഫലങ്ങളാണ്. ഒരു ചെറിയ ആൽഗ കുളം പോലും വായു ശുദ്ധീകരണത്തിന് സഹായകരമാണ്. പക്ഷേ ഇത് ചെറിയ പ്രദേശങ്ങളിൽ മാത്രം വയ്ക്കാവുന്നതാണ്. ഒരു നഗരത്തിലായാലോ? അതാണ് ആൽഗൽ ബയോറിയാക്ടർ. ഇതാണ് ഞങ്ങളുടെ പ്രോട്ടോടൈപ്പ്. ഞങ്ങളുടെ മോഡലിൽ ഒരു പ്ലാസ്റ്റിക് ക്യാൻ, വെള്ളം, ക്ലോറല്ല വൾഗാരിസ് കൾച്ചർ, കാർബൺ ഡയോക്സൈഡ്, പ്രകാശം എന്നിവ ഉപയോഗിച്ചാണ് ചെറിയ ബയോറിയാക്ടർ രൂപപ്പെടുത്തിയത്. വാഹനങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ, നഗരങ്ങൾ എന്നിവിടങ്ങളിൽ ആൽഗൽ ബയോ റിയാക്ടറുകളായും സ്കൂൾ ക്യാമ്പസുകൾ, പബ്ലിക് റോഡുകളുടെ വക്കുകൾ എന്നിവിടങ്ങളിൽ ആൽഗൽ പോണ്ടുകളായും ഇവ സ്ഥാപിക്കാവുന്നതാണ്. ഇത് ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമാണ്. ഒരിക്കലും ഒരു ചെറിയ ആൽഗ കുളം കാർബൺ ഡയോക്സൈഡിനെ മുഴുവനായും ഇല്ലാതാക്കില്ല, പക്ഷേ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിന് ചില വെല്ലുവിളികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഇതിന് സ്ഥിരമായ പരിപാലനം ആവശ്യമാണ്. മാത്രമല്ല, ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങളോട് കൂടിയാവണം ഇത് നടപ്പാക്കേണ്ടതും. ഞങ്ങളുടെ ഈ പരീക്ഷണ ഡാറ്റ വ്യക്തമാക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ നില കുറയ്ക്കുകയും ഓക്സിജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഒരു പ്രൊജക്റ്റ് നയിക്കുക മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് ശുദ്ധമായ വായു സമ്മാനിക്കുക കൂടിയാണ്. നിങ്ങളുടെ നഗരത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുതലാണോ? വാഹനങ്ങൾ മൂലം കാർബൺ ഉയരുന്നുണ്ടോ? അപ്പോൾ തിരഞ്ഞെടുക്കൂ ക്ലോറല്ല സൊല്യൂഷൻ. ക്ലോറല്ല വൾഗാരിസ് ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ ഫുട് പ്രിന്റിന് ഒരു പരിഹാരമാകുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഒരു ബോട്ടിൽ ശുദ്ധജലം, ആൽഗ കൾച്ചർ, PH പേപ്പർ എന്നിവ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാഥമിക ഡേറ്റ കണ്ടെത്തി. ആദ്യ ദിവസം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 100% കണക്കാക്കി. അപ്പോൾ ജലത്തിന്റെ നിറം ലൈറ്റ് ഗ്രീൻ, pH 6.5 ആയിരുന്നു. 5 ദിവസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പരിശോധിച്ചപ്പോൾ ജലത്തിന്റെ നിറം ഇരുണ്ട പച്ചയും pH 7.2 ഓക്സിജൻ ബബിൾസും കാണപ്പെട്ടു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കാർബൺ ഡയോക്സൈഡ് കുറയുന്നതിനാൽ pH കൂടുന്നു. ഇത് ഫോട്ടോസിന്തസിസ് നടന്നതിന് തെളിവാണ്. ഞങ്ങളുടെ ഡാറ്റ ശേഖരണം പ്രകാരം 1 ലിറ്റർ ആൽഗ ഏകദേശം 1.8 ഗ്രാം കാർബൺ ഡയോക്സൈഡ് പെർ ഡേ ആഗിരണം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ആൽഗ വളർത്തി. അതിലൂടെ ശുദ്ധമായ ഭാവി വളർത്താനാണ് ഞങ്ങളുടെ സ്വപ്നം. ഞങ്ങൾ തയ്യാറാക്കിയത് ഒരു മോഡൽ മാത്രമല്ല. പ്രകൃതിയെ രക്ഷിക്കാൻ വലിയ ശക്തി ആവശ്യമില്ല, ഒരു ചെറു പച്ച ജീവനും മതിയാകും. ഞങ്ങളൊരു ശാസ്ത്രീയ പരിഹാരം തെളിയിച്ചു. ഇനി ഇത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്.
ഞങ്ങളുടെ ഡാറ്റ പ്രകാരം ഒരു സ്കൂളിൽ 10 ബയോറിയാക്ടറുകൾ സ്ഥാപിച്ചാൽ വർഷത്തിൽ ഏകദേശം 65 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാനാകും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കിയാൽ വലിയ മാറ്റം തന്നെ കൊണ്ടുവരാം. ഇത് ഭാവി തലമുറയ്ക്കുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. കാർബൺ ഉയരുന്നു, പക്ഷേ ഞങ്ങളുടെ പ്രതിജ്ഞ അതിലും ഉയരുന്നു. ഒരു ചെറിയ പച്ച ആൽഗ, ഒരു വലിയ പച്ച ഭാവിയുടെ തുടക്കം. പ്രശ്നം കണ്ടു, പരിഹാരം തെളിയിച്ചു. ഇനി പരിഹാരം എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശുദ്ധമായ വായു ഒരു അവകാശമാണ്. അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കടമ കൂടിയാണ്. പ്രകൃതി നമ്മെ രക്ഷിക്കാൻ തയ്യാറാണ്. നമ്മൾ തയ്യാറാണോ? തിരൂരങ്ങാടി ഒരു മാതൃകയാണ്. നാളെ കേരളം മുഴുവനും ഇതുപോലെ പച്ചയായിരിക്കട്ടെ. ഒരു ചെറു ആൽഗയുടെ ശക്തിയിൽ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതൊരു പ്രൊജക്ടിന്റെ അവസാനമല്ല, ഒരു പച്ച വിപ്ലവത്തിന്റെ തുടക്കമാണ്. വേദിയിൽ നിന്നും ജനങ്ങളിലേക്കുള്ള യാത്ര ത്രൂ സോഷ്യൽ മീഡിയ. ഹലോ ഫ്രണ്ട്സ്, തിരൂരങ്ങാടിയുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച 2 കുട്ടി ഗവേഷകരെ കാണാം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്ടിന്റെ പേരെന്താണ്? ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് കാർബൺ ഫുട് പ്രിന്റ് ഇൻ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി. അപ്പോൾ എന്താണ് കാർബൺ ഫുട് പ്രിന്റ്? കാർബൺ ഫുട് പ്രിന്റ് എന്നത് ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ഒരു സംഘടനയോ പുറപ്പെടുവിപ്പിക്കുന്ന മൊത്തം ഹരിതഗൃഹവാതങ്ങളുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഗുഡ്. പക്ഷെ നമ്മുടെ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കാമോ? ഏറ്റവും കൂടുതൽ കാർബൺ ഉത്സർജനം ഗതാഗത മേഖലയിൽ നിന്നാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞങ്ങൾ ചെയ്തത് കാർബൺ ഫുട് പ്രിന്റ് റിഡക്ഷൻ യൂസിങ് ക്ലോറല്ല വൾഗാരിസ്. ഇതൊരു സൂക്ഷ്മ പച്ച ആൽഗയാണ്. ഇത് എല്ലായിടത്തും സുലഭമായി ലഭിക്കും. ഇത് പ്രകാശ സംശ്ലേഷണം വഴി കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. അപ്പോ ഇത് സാധാരണ മരങ്ങൾ പോലെ തന്നെയല്ലേ? അതെ, പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ 1 ലിറ്റർ ആൽഗ കൾച്ചർ പോലും ദിവസത്തിൽ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. ഇത് നടക്കുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ്. കാർബൺ കുറയുകയും ചെയ്യുന്നു. പല രാജ്യങ്ങളിലും ആൽഗൽ ബയോറിയാക്ടർ ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് വ്യാപകമല്ലാത്തത് എന്തുകൊണ്ടാവാം? ഇത് നമ്മുടെ കേരളത്തിൽ വ്യാപകമല്ലാത്തതിനു കാരണം സാമ്പത്തികവും സാങ്കേതികപരമായ വെല്ലുവിളികളാണ്. കേരളത്തിന്റെ കാലാവസ്ഥ ക്ലോറല്ല കൾച്ചറിന് ഏറെ അനുയോജ്യമാണ്. നയപിന്തുണയും ജനപിന്തുണയും ലഭിച്ചാൽ കേരളം ഇന്ത്യയിൽ ആൽഗൽ കാർബൺ ക്യാപ്ചർ മേഖലയിൽ മുൻപന്തിയിലെത്താം. ഇത് നമ്മുടെ സമൂഹത്തിന് എങ്ങനെ സഹായകമാകുന്നു? ഫാക്ടറികൾ, വാഹനങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ, വീടുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എന്നിവയ്ക്കരികിൽ ചെറു ആൽഗ ബയോറിയാക്ടർ സ്ഥാപിക്കുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാനാകും. നിങ്ങൾ ക്ലോറല്ല വൾഗാരിസ് കൾച്ചർ ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? കൾച്ചർ മലിനമാകാതെ നോക്കി പ്രകാശ നിയന്ത്രണം, pH നിയന്ത്രണം എന്നിവ ചെയ്തു. ഈ കൾച്ചർ 20 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയ്ക്കിടയിലും pH 6.5 മുതൽ 7.5 നല്ല വളർച്ച കാണിച്ചത്. ഈ കൾച്ചറിന് താപനില കൂടിയാൽ കോശങ്ങൾ നശിക്കുകയും കുറഞ്ഞാൽ വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യും. അതിനാൽ ഇതിന് സ്ഥിരമായ ശാസ്ത്രീയ പരിപാലനം ആവശ്യമാണ്. ഇത് നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് ആണല്ലോ. ഇതിനെ കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഞങ്ങൾ നിർമ്മിച്ച ആൽഗൽ ബയോറിയാക്ടറുകൾ. ഈ ആൽഗൽ ബയോറിയാക്ടർ വളരെ ചിലവ് കുറഞ്ഞതും പ്ലാസ്റ്റിക് ക്യാൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പ്രകാശം, വെള്ളം, ക്ലോറല്ല കൾച്ചർ എന്നിവ ഇതിനായി ഉപയോഗിച്ചു. ഇത് സാധാരണ ആൽഗൽ ബയോറിയാക്ടർ. ഇതിനെ അപേക്ഷിച്ച് ഇത് വളരെ ചിലവേറിയതും പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുമുള്ളതുമാണ്. ഇതിൽ വെള്ളം മാറ്റാൻ പ്രയാസകരവും സ്റ്റാൻഡേർഡ് ന്യൂട്രിയൻസുകൾ ചേർക്കുന്നത് ചിലവേറിയതാണ്. എന്നാൽ ഞങ്ങളുടെ ഈ ആൽഗൽ ബയോറിയാക്ടർ വളരെ ചിലവ് കുറഞ്ഞതും വെള്ളം മാറ്റാൻ സൗകര്യപ്രദവുമാണ്. ഇതിൽ ക്ലോറല്ല വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ ലഭിക്കാൻ കൗഡൻ സ്ലറി, കിച്ചൺ വേസ്റ്റ് വാട്ടർ, വെർമി വാഷ് എന്നിവ ഫിൽട്ടർ ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യും. നമ്മുടെ കേരള സർക്കാർ ഇതിന് വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ടെക്നിക്കൽ മോണിറ്ററിംഗ് ആവശ്യകത, അവയർനെസ് കുറവ് തുടങ്ങിയവ മൂലമാകാം. ഞങ്ങളുടെ ഈ ആൽഗൽ ബയോറിയാക്ടർ ലളിതവും സാധാരണക്കാർക്ക് ഉപയോഗിക്കാം. വീടുകളിൽ നിന്ന് തുടങ്ങാം. ഗവൺമെന്റ് വരും മുമ്പ് സാധാരണക്കാർ തുടങ്ങണം. ആദ്യം സൊസൈറ്റി അഡോപ്ഷൻ, പിന്നീട് വലിയ പദ്ധതി. ഫ്രണ്ട്സ്, നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിനും ഈ ചെറു ആൽഗയാണ് കാരണം. ഇവരാണ് നമ്മുടെ ഗ്രീൻ ഹീറോസ്. ലെറ്റ്സ് ആക്ട് ടുഡേ ബിക്കോസ് ടുമോറോ നീഡ്സ് ഓക്സിജൻ. 1 ലിറ്റർ ആൽഗ പോലും ഇത്രമാത്രം മാറ്റം സൃഷ്ടിക്കുമെങ്കിൽ ഒരു നഗരത്തിലെ 1000 ലിറ്റർ ആൽഗ എത്രമാത്രം സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തെ ഹരിതമായി നയിക്കാൻ ഇന്ന് നമ്മൾ കുറയ്ക്കുന്ന ഓരോ കാർബൺ പാദമുദ്രയും നാളെയുടെ ശുദ്ധവായുവായി മാറട്ടെ. സേവ് നേച്ചർ, റെഡ്യൂസ് കാർബൺ, സെക്യൂർ ഫ്യൂച്ചർ. ഇതാണ് ഭാവിയിൽ നടപ്പാക്കാൻ പറ്റുന്ന ഞങ്ങളുടെ സ്വപ്നമായ ഗ്രീൻ മുനിസിപ്പാലിറ്റി. താങ്ക് യു. താങ്ക് യു ടീം. ക്വസ്റ്റ്യൻസ്?
ഹലോ, ഇവിടെ നിങ്ങൾ പല പ്രാവശ്യം 1 ലിറ്റർ ഇത്രയും കാർബൺ എന്നാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് എത്ര കിലോ കാർബണാണ് 1 ലിറ്റർ പെർ ഡേ അബ്സോർബ് ചെയ്യുന്നത്? 1 ലിറ്റർ ആൽഗ വാട്ടർ ഏകദേശം 1.8 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുന്നുള്ളൂ. പക്ഷെ 1 കിലോഗ്രാം ബയോമാസ് 1.8 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓരോരുത്തർ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരാൾക്ക് ഏകദേശം എത്ര കാർബൺ ഫുട് പ്രിന്റ് വരുന്നുണ്ട്? ഞങ്ങൾ ഒരാൾക്ക് നല്ല 150 വീടുകളെ ലക്ഷ്യം വെച്ചാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ 150 വീടുകൾക്ക് കമ്പൈൻഡ് ആയിട്ട് എത്ര? അപ്പം അത് ഇവിടെ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. 150 വീടുകളുടെ കമ്പൈൻഡ് കാർബൺ ഫുട് പ്രിന്റ് എത്രയായിരുന്നു? ഏകദേശം 40 സംതിങ് ടൺ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിൻ്റെ ആസ്ഥാനമായ ചെമ്മാട്ടിലാണുള്ളത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് സ്കൂളിൽ ഇത്ര ശതമാനം കുറഞ്ഞെന്ന് പറഞ്ഞില്ലേ? എന്ത് സെൻസർ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഇത് ഡിറ്റക്ട് ചെയ്ത് എത്ര കിലോ ഉണ്ടെന്ന്? കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് ഞങ്ങളിത് ചെയ്തത്, അതിൻ്റെ അളവ് കണ്ടുപിടിച്ചത്. ലാസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഏകദേശം നിങ്ങൾ പറഞ്ഞല്ലോ ആൽഗെ സിറ്റി, അതിൽ 1000 ലിറ്റർ അല്ലേ പറഞ്ഞത്? മനസ്സിലായില്ല. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ ലാസ്റ്റായിട്ട് ഒരു വലിയ നഗരത്തിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും 1 ലിറ്ററിന് ഇത് ചെയ്യാം, അപ്പോൾ 1000 ലിറ്ററിന് എന്തോരം പറ്റുമെന്ന്. ഈ 1000 ലിറ്റർ ക്ലോറെല്ലാം ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. 1000 ലിറ്ററിന് ക്യാഷ് ഒന്നും വേണ്ട. ക്ലോറല്ല വളരാൻ നമുക്ക് സുലഭമായിട്ട് കിട്ടണ തന്നെയാണ്. കുളത്തുനിന്നും അവിടെ നിന്നൊക്കെ കിട്ടണ തന്നെയാണ്. കേരളത്തിലെ കുളങ്ങളിൽ കേരളത്തിലെ കുളങ്ങളിൽ ആൽഗ ഉണ്ട്. നമ്മൾ കുളങ്ങളിൽ പോകുമ്പോൾ കാണുന്ന മുകളിൽ പാട പോലെ നിൽക്കുന്ന ബബിൾസ് കാണപ്പെടുന്നതാണ് ക്ലോറല്ല വൾഗാരിസ്. ഓക്കെ, താങ്ക് യു. ഈ ഒരു ആൽഗെ സിറ്റി എന്ന് നിങ്ങളുടെ പ്ലാൻ വർക്കാക്കാൻ ക്ലോറല്ല വൾഗാരിസ് അല്ലാതെ വേറെ ആൽഗാസ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സ്പൈറുലിന പറഞ്ഞിട്ടുള്ള ഒരു ആൽഗ ഉണ്ട്, പക്ഷേ നമുക്കത് സുലഭമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൽഗാസ് മറ്റേത് ആൽഗ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഈ ഗ്രീൻ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യാൻ ആൽഗാസ് പറ്റുക. മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരാണല്ലോ പ്രകാശ സംശ്ലേഷണം നടക്കുക. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ എന്തിനാണ് അപ്പോൾ ഈ ക്ലോറല്ല എന്ന ആ ഒരു ആൽഗേനെ മാത്രം എടുത്ത് പറയുന്നത്? നമ്മുടെ കേരളത്തിന്റെ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ സുലഭമായി ലഭിക്കുന്നത് ക്ലോറല്ല വൾഗാരിസ് ആണ്. അതുകൊണ്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലാണല്ലോ നമ്മൾ സമൂഹത്തിൽ അത് വ്യാപിപ്പിക്കേണ്ടത്. അതിനാൽ അതെടുത്തു. ഈ ഒരു ഇത് കംപ്ലീറ്റ് ഹെൽത്തി ആണെന്ന് നിങ്ങൾ, ഇത് കംപ്ലീറ്റ് വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തുന്നു? ഹെൽത്ത് അത് നാച്ചുറൽ ആണ്. ഇതിലേക്ക് ഒരു കെമിക്കൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ശ്വസിക്കാനുള്ള വായുവല്ലേ നമ്മൾ ഇതിൽ. സാധാരണ മറ്റുള്ള രാജ്യങ്ങൾ ഇതിൽ ന്യൂട്രിയൻസ് ആയിട്ട് BG11 ഒക്കെയാണ് ചേർക്കുന്നത്. എന്നാൽ നമുക്കിവിടെ അത് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് കിച്ചൺ വേസ്റ്റ് വാട്ടർ, കൗഡങ് സ്ലറി, വെർമി വാഷ് എന്നിവ ഫിൽറ്റർ ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ചേർക്കാം. ദാറ്റ്സ് ഓൾ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ ആൽഗ എവിടെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്? എവിടെയാണ് വളർത്താൻ? നമുക്ക് റൂമുകളിലൊക്കെ ആകുമ്പോൾ അക്വേറിയം മോഡൽ നമ്മൾ വീട്ടിലൊക്കെ വെക്കുമ്പോൾ അതിൽ ആൽഗ ഇട്ട് വെച്ചാൽ നമുക്ക് അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറച്ച് ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ സാധിക്കും. സ്കൂളുകളിൽ പിന്നെ പരിസരങ്ങളിൽ എടുക്കുമ്പോൾ നമ്മളൊരു ആൽഗൽ പോണ്ടാക്കിയിട്ട് വെക്കുക, ഒരു കുളം. അതിൽ കൊതുക് വരുന്നത് ഒരു പ്രശ്നമാവും, എന്നുവെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പം അതിൽ വല്ല മീനിട്ടാൽ അതും നല്ലതാണ്. അപ്പോൾ ആ മീനുകൾക്ക്, അതായത് അവിടെ ആ മീനുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇല്ല ഇല്ല, സാധാരണ തോട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഹലോ, ഇവിടെ അപ്പോൾ ഈ ആൽഗ വെച്ച് ഈ പോണ്ട് പോലെയല്ലേ ആക്കുന്നു. ഈ വീട്ടിലങ്ങനെ തന്നെ ചെയ്യുമ്പോൾ മനസ്സിലായില്ല. ഈ ആൽഗ വെച്ച് പോണ്ട് പോലെ ആക്കുന്നു. ആ, അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അക്വേറിയം മോഡലിൽ നമുക്ക് മീനൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിലിട്ട് വെക്കാം. പിന്നെ പ്ലാസ്റ്റിക് നമ്മൾ റീയൂസ് ചെയ്യുന്ന രീതിയിൽ പ്ലാസ്റ്റിക്കിൽ ഒരു ബക്കറ്റ് മതി. ഒരു ബക്കറ്റിൽ ഇത് ഇട്ട് വെച്ച് അതിൽ മീനൊക്കെ ഇട്ട് വെച്ചാൽ നല്ല കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കുറവ് കാണിക്കും. ഓക്കെ,
അപ്പോൾ ഹലോ, നിങ്ങൾ ഇതിന്റെ ബിൽഡിങ്ങിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അകത്തുനിന്ന് മൈക്രോ പ്ലാസ്റ്റിക്സ് ഈ ആൽഗയുള്ള വെള്ളത്തിനെ തൊട്ട് കലരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ച് ഈ കണ്ടെയ്നർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? വേറെ നമുക്ക് ഗ്ലാസ് ചെയ്യാം. ഗ്ലാസ്സിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഈ പ്രശ്നമില്ല. പക്ഷെ പൊട്ടുന്നത് കൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ ഉള്ളടുത്ത് അവരെന്തെങ്കിലും ഇട്ട് തട്ടിയാൽ അത് പൊട്ടും. പിന്നെ പ്ലാസ്റ്റിക് എന്ന് വെച്ച് റീയൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. ഇതിത്തെ വെള്ളം ആഴ്ചയിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഇതിനു പകരം ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ബാക്ടീരിയാസിനെ യൂസ് ചെയ്തുകൂടി? മനസ്സിലായില്ല? ഇതിനു പകരം ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയംസ് വളരെയധികം ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചാൽ പോരെ? ഹൈ ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി ഉള്ളത് എടുത്തതാണ് നമ്മൾ. ഓക്കെ. ഈ ആൽഗ ബെഡ്റൂമിൽ വെക്കാൻ പറ്റുമോ? ബെഡ്റൂമിൽ വെക്കാം. രാത്രി ഈ പ്ലാന്റ്സ് ഒക്കെ രാത്രി ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തള്ളാണ് ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ബെഡ്റൂമിൽ വെക്കാൻ പറ്റും? LED ബൾബ് ഇല്ലേ? LED ബൾബിൽ വാട്ട് കുറഞ്ഞത് നമ്മൾ റെഡും ബ്ലൂവും കളറാണ് അതിലുള്ളത്. ആ LED ബൾബ് ഇതിനായിട്ട് ഞങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ രാത്രിയും അത് ഫോട്ടോസിന്തസിസ് നടക്കും. ഓക്കെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരുന്നു കേട്ടോ. ഇത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാലത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, തിങ്ക് ഗ്ലോബലി ആക്ട്സ് ലോക്കലി. ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു സയൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ലിക്വിഡ് ട്രീ ആണത്. ശരിക്കും റിയാക്ടർ ലിക്വിഡ് ട്രീ എന്നാണ് പറയുന്നത്. ലിക്വിഡ് ട്രീ അത്. അപ്പോൾ ഈ കുറേ കൂട്ടുകാർ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അതെല്ലാം ഈ പ്ലാങ്ക്ടൺസിനെ കുറിച്ചും ആൽഗകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണക്കുറവിൻ്റെ ആണ്. പക്ഷെ നല്ല ചോദ്യങ്ങളുമാണ് അവരെ സംബന്ധിച്ച് ചോദിച്ചത്. ഫോട്ടോസിന്തസിസ് ആണ് ഇതിൻ്റെ മെയിൻ. നിങ്ങൾ ഫോട്ടോസിന്തസിൻ്റെ ആ സമവാക്യം ഒന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായില്ല. ഫോട്ടോസിന്തസിൻ്റെ ആ സമവാക്യം എത്ര മോളിക്യൂൾസ് വാട്ടർ ചേർന്ന് എത്ര മോളിക്യൂൾസ് വാട്ടർ എത്ര മോളിക്യൂൾസ് കാർബൺ ഡൈ ഓക്സൈഡ്? 6CO2 plus C6H12O6 gives അങ്ങനെയല്ലേ? ഇതെല്ലാം ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് പറ. 6CO2 plus 6H2O is equal to gives ആണ്. gives 6C6 plus C6H12 plus C6H12O6 plus O2. 6O2 അല്ലേ? 6CO2 plus 6H2O in the presence of light. Balanced അല്ല. In the presence of light എന്താണ്? ഗ്ലൂക്കോസും 6O2 plus C6H12O6. അപ്പോൾ നമ്മുടെ ഇതിലുള്ള യൂണിവേഴ്സിലുള്ള അന്തരീക്ഷത്തിലുള്ള ഇൻഓർഗാനിക് കാർബണിനെ ഓർഗാനിക് കാർബൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ? ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് അല്ലേ? അതിനോടൊപ്പം തന്നെ ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മരങ്ങളെ അപേക്ഷിച്ച് ഈ ആൽഗകൾക്കാണ് കാർബൺ ഫുട് പ്രിൻറ്റ്സ്, കടലിനാണ് കൂടുതൽ റോള് കാർബൺ ഫുട് പ്രിൻറ്റ്സ് കുറയ്ക്കാനുള്ളത്. പിന്നെ ഓക്സിജൻ റിലീസ് ചെയ്യുക മാത്രമാണെന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആമസോൺ കാടുകൾ പുറത്തുവിടുന്ന അത്രയും തന്നെ ഓക്സിജൻ അവർ ഉപയോഗിക്കുന്നുണ്ടാകും മറ്റു പല കാരണങ്ങളായിട്ട്. റെസ്പിറേഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൽഗൽ വളരെ യൂണിസെല്ലുലാർ ആയിരിക്കും, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഒക്കെ. അപ്പോൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷനാണ്. ലോകത്തെമ്പാടുള്ള ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഉപയോഗിക്കുന്ന അവർ ചോദിച്ചാൽ ശരിയാണ്, രാത്രി എങ്ങനെയാണ്? രാത്രി ലിക്വിഡ് ട്രീയിൽ നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കാർബണിൻ്റെ ഇത് കുറയ്ക്കുന്നതിൻ്റെ അത്രയും തന്നെ ഓക്സിജൻ അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റെസ്പിറേഷനും ഉണ്ട്, ഫോട്ടോസിന്തസിസും ഉണ്ടല്ലോ. അതിൻ്റെ ഇപ്പോൾ റെസ്പിറേഷനും ഉണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് കാർബൺ കുറയ്ക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ഇത് വരുന്നത്. അതിനനുസരിച്ച് തന്നെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരങ്ങളുടെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത കാർബണിൻ്റെ അളവ് കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. വളരെ നല്ല ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഏകദേശം ക്ലാരിറ്റി ഉണ്ട് അതിലെന്താ നടന്നതെന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ആകെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്ര കാര്യങ്ങളിൽ നിന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നിങ്ങളൊരു കാർബൺ എമിഷൻ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണ്? USA ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കാർബൺ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാണ്. എങ്ങനെ ചെയ്തത്? അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ എമിഷൻ ഫാക്ടർ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കിട്ടിയത് നമ്മൾ പ്ലസ് ചെയ്ത്